ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളെ ചാനലിൽ നല്ലൊരു വീഡിയോ ആണ്. നിങ്ങൾ മൊത്തം സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത് ചകിരിച്ചോറ് ഉണ്ടാക്കുന്ന വീഡിയോ. അതായത് ഇത് കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് മണ്ണിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട് മണ്ണ്, ചകിരിച്ചോറ്, ചാണകപ്പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ ചെടികൾ നിറയ്ക്കാൻ വേണ്ടി കവറിനകത്ത് നിറയ്ക്കുന്ന സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണക്കത്തൊണ്ട് പൊടിച്ചത്. എന്ന് വെച്ചാൽ കായലിൽ നിന്നൊക്കെ ചകിരിച്ചോറ് എടുക്കുന്ന സമയത്ത് ഉപ്പായിരിക്കും, അന്നേരം അത് പ്രശ്നമാണ്. ഉപ്പ് ഉള്ള ചകിരിച്ചോറ് എടുത്ത് പ്ലാന്റ് വെച്ച് കഴിയുമ്പോൾ പ്ലാന്റ് നശിച്ചു പോകും. ഇപ്പോൾ പലർക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അത് വലുതായിട്ട് ആരും പറയാറില്ല. അന്നേരം ഇത് നമ്മൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോയിൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ്. നിങ്ങൾ ഈ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടങ്ങാം. അതാണ് കണ്ടില്ലേ, ചാണാനും എല്ലുപൊടി, വെണ്ണക്ക്, ചകിരിച്ചോറ്, ഉണക്ക എല്ലാം കൂടി ഇട്ട് പ്ലാന്റ് വെക്കാനായിട്ട് കവറിൽ നിറയ്ക്കുന്നതാണ് ഈ കാണുന്നത്. അതിനകത്താണ്ട് ചെറിയൊരു കുഴി പോലെ എടുക്കുക. അതിനകത്ത് ഇളക്കിയ പ്ലാന്റ്, നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റിന് അതിനകത്തോട്ട് വെച്ച് നല്ല വൃത്തിയാവണം മണ്ണിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതൊരു ഇതുണ്ട്. കണ്ടില്ലേ, നല്ലപോലെ ഇടിച്ചുറപ്പിക്കണം ഈ പ്ലാന്റിനത് വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഓടാതിരിക്കാൻ വേണ്ടി. ഇത് കണ്ട് ഇതേപോലെ പ്ലാന്റ് നല്ല ടൈറ്റായിട്ടിരിക്കണം. എന്നിട്ട് വേണം വെള്ളം ആ സ്പോട്ടിൽ തന്നെ വെള്ളം ഒഴിക്കുക. അതുകൊണ്ട് ഇതേപോലെ നമ്മൾ പ്ലാന്റ് ചെയ്ത് എടുത്തേക്കുന്ന പ്ലാന്റുകളാണ്. കണ്ടില്ലേ, ഏകദേശം 10,000-ഓളം വരും പ്ലാന്റ്. കണ്ടോ, എന്നാലോചിച്ച് നോക്കി. നേരത്തെ ഇങ്ങനെ വെച്ച് അതിനൊന്ന് ചെറിയൊരു ഷീറ്റ് വെച്ചിട്ട് 4 സൈഡും മേളും ഒക്കെ ഒന്ന് മറച്ചിട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഇങ്ങനെയാണ് പ്ലാന്റ് വെക്കേണ്ടത്. ഇനി നമുക്ക് ചകിരിച്ചോറ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. കണ്ടില്ലേ, റിവേഴ്സ് പ്രോസസ്സാണ്. ഇതാണ് ഫൈനൽ പ്രൊഡക്റ്റ്. കണ്ടില്ലേ, ഇത് വന്ന് വീഴുന്നതാണ് നമ്മൾ ഒന്നാം തരം ചകിരിച്ചോറ്. ഇതാണ് ബ്രിക്കിന് വരുന്നത്. ബ്രിക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനം ഇതാണ്. ഇത് കംപ്രസ് ചെയ്താണ് ബ്രിക്ക് ഉണ്ടാക്കുന്നത്. എന്നാലും അതിൻ്റെ ക്വാളിറ്റി ഏകദേശം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കണ്ടില്ലേ, ഇത് ഇടിച്ച് ചതച്ച് നല്ല ചകിരിച്ചോറാണ് ഈ വരുന്നത്. ഇതാണ്ടേ, നല്ല വൃത്തിയാൻ വേണം കൊണ്ടുപോയിട്ട് ചുമ്മായിട്ടിട്ട് കാര്യമില്ല. അത് നല്ലപോലെ ഒന്ന് ഉണക്കുക എന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. ദാണ്ട് ഇതേപോലെ തന്നെ ചകിരിച്ചോറിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുക്കാൻ വേണ്ടി പോയപ്പം കണ്ടതാണ്. ഇതങ്ങനെ ആരും അങ്ങനെ ഇട്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഒരു ചാനലിൽ ഇത് കണ്ടിട്ടില്ല. ദാണ്ട് ചകിരിച്ചോറ് അതിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ഫൈനൽ പ്രൊഡക്റ്റാണ് ഈ കാണുന്നത്. ദാണ്ട് ഒരുപാട് വലിയ പ്രോസസ്സൊന്നുമല്ല. ദാണ്ട് ഇതേപോലെ തന്നെ ഇതിനകത്തുനിന്ന് വന്നുകൊണ്ടിരിക്കും. ആ മെഷീനറീസിൻ്റെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും മനുഷ്യൻ കണ്ടുപിടിച്ചൊരു സാധനം. നല്ല വൃത്തിയാൻ വേണം ചകിരിച്ചോറ് അരിച്ച് വരുന്നതാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, നല്ല ചകിരിച്ചോറ് കണ്ടില്ലേ, വന്ന് തള്ളുന്നു. അത് നമ്മൾ പാക്ക് ചെയ്യുന്നു, ഉണക്കണം. ഇതൊന്ന് നല്ല വൃത്തിയാവണം. ഉണങ്ങി കഴിയുമ്പോൾ ഇത് ഒന്നാമതൊരു ഫൈനൽ പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റിയുള്ളതാണ്. പൊട്ടാസ്യം അറിയത്തില്ലേ, ഏറ്റവും കൂടുതൽ പൊട്ടാസ്യം ഉള്ളത് പഴം, അതേപോലെ തന്നെ കരിക്കും വെള്ളം, തൊണ്ടും ചാറൊക്കെ നീരിനൊക്കെ ഏറ്റവും ബെസ്റ്റ് സാധനമാണെന്നാണ് പണ്ട് ഞാൻ കുടിച്ചിട്ടുണ്ട്. പണ്ട് നമ്മൾ അച്ചാച്ചനൊക്കെ ഉള്ള സമയത്ത് അതായത് കരിക്കിൻ്റെ തൊണ്ട് ഇടിച്ച് ചതച്ച് അതിനകത്ത് നീര് തരാറുണ്ട്. കണ്ടില്ലേ, ഇതിനകത്താണ് ഇതിടുന്നത്. ഉണങ്ങിയ തൊണ്ടാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മളായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല ഉണങ്ങിക്കാതെ തന്നെ നമ്മൾ ഇടിക്കാറുണ്ട്. ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പല്ലിനകത്തൂടെ ഇടയ്ക്കൂടെ ഇങ്ങനെ കയറി ക്രഷ് ചെയ്ത് ആണ് ഇത് വരാറ്. കണ്ടില്ലേ, സൂക്ഷിച്ച് നോക്കി എന്താ ഭംഗി. അതിനുശേഷം അതിനകത്ത് കൊണ്ടുവന്ന് തട്ടിയ ഇതാണ് ഇവർ പുള്ളി മേളിൽ നിന്ന് ഇത് ഓരോന്നും എൻ്റെ മേളിൽ കയറി എടുത്ത വീഡിയോ ആണ്. യൂണിറ്റിനകത്ത് പാറയൊക്കെ പിടിക്കുന്നത് പോലെ ഉള്ളൊരു ക്രഷർ യൂണിറ്റാണ് ഇതായി കാണുന്നത്. അതിനകത്ത് ഇട്ടതിന് ശേഷം അത് നല്ല വൃത്തിയാവണം ചതച്ച് അതിൻ്റെ സെക്കൻഡ് പ്രോഡക്റ്റായിട്ടുള്ള ഇതാണ്ടേ ഒറിജിനൽ ചകിരി ആണ് വരുന്നത്. അതിനകത്തുനിന്ന് തൊണ്ട് ചതച്ചത് അതിനകത്തുനിന്ന് യൂസ് ചെയ്ത് അരിപ്പ പോലെ അത് ക്രഷ് ചെയ്തത് എടുത്ത് ചകിരി വേറെ മാറ്റും, ചോറ് പ്രത്യേകം വരും, ചകിരിച്ചോറ് പ്രത്യേകം. കണ്ടില്ലേ, എന്താ വളരെ വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ് നേരിട്ട് കാണുമ്പോഴത്തേക്ക്. താണ്ടെ എന്നിട്ട് ആ വരുന്ന പോർഷൻ വേറെ മാറും. താണ്ടെ കണ്ടില്ലേ, ഇത് കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നല്ല ഒന്നാതിനെ സ്വർണ്ണ നിറം മാറുന്ന ചകിരി. അതിനകത്തു നിന്നാണ് നമ്മൾ ഈ കയറുണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് അതേപോലെ തന്നെ കരകൗശല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും അതേപോലെ തന്നെ ഒരുപാട് ഈ കൈത്തറിയല്ല ഖാദി പോലുള്ള യൂണിറ്റുകൾക്കൊക്കെ ചെയ്യും. താണ്ട് ഇത് നമുക്ക് വേണ്ടി എടുത്തിട്ടേക്കുന്നത് നല്ല ഉണക്ക തൊണ്ട്
അത് ഉണക്കത്തൊണ്ട് ഇടിച്ച് ഇതേപോലെ ഈ പ്രോസസ്സ് വഴി വരുന്നതാണ് നല്ല ഒന്നാം തരം ചകിരിച്ചോറ്. അത് പ്രത്യേകം മാറ്റി വെള്ളവും നനച്ചിട്ടേക്കാണ് നമുക്ക് കയറ്റാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതേപോലെ തന്നെ ദാണ്ട് ഈ യൂണിറ്റുകൾക്ക് ഇതിനകത്ത് ഒരുപാട് യൂണിറ്റുകളുണ്ട്. അങ്ങനെ യൂണിറ്റുകളുണ്ടെന്നുണ്ടെങ്കിലും ഇതിനകത്ത് ഒരുപാട് യൂണിറ്റുകൾ, ആ കണ്ട യൂണിറ്റുകളെല്ലാം ഓരോന്നിനും ഓരോ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളിലൂടെ നമ്മളെ കയർ തൊഴിലാളികൾ, കയർ യൂണിറ്റുകൾക്കൊക്കെ വളരെ നല്ല ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഒന്നാണ്. ഇവിടുന്ന് ഒരുപാട് കരകൗശല ഉൽപ്പന്നങ്ങളും ഒക്കെ നമ്മളെ കേരളത്തിൽ നിന്നും പുറത്തോട്ടൊക്കെ പോകുന്നുണ്ട്. അതിനകത്തു നിന്നൊക്കെ വരുന്ന വരുമാനം നമ്മളെ കയർ തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുക്കാനാണെങ്കിലും ഒക്കെ ആയിട്ട് നമ്മുടെ സർക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കണ്ടില്ലേ, അതിന് ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ്. നിങ്ങൾക്ക് ഏവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് ഈ ചകിരി ബാക്കിയുള്ള പോർഷൻ അവർ പ്രത്യേകം മാറ്റി പ്രത്യേകം നല്ല വെയിലത്തിട്ട് ഉണക്കി അത് ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് അയച്ചു കൊടുക്കാറുണ്ട്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.